ഒരാളുടെ ഉപജീവന മാർഗം എങ്ങനെ തകർക്കാമെന്ന് ഒരു പഞ്ചായത്ത് വിചാരിച്ചാൽ സാധിക്കും. അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് പവിത്രേശ്വരം ഗ്രാമപഞ്ചായത്തിന് കീഴിൽ വരുന്ന പൊരീക്കൽ പ്രദേശത്ത് ഉദയരാജൻ എന്ന വ്യക്തിയിട്ട കോഴിക്കടയും തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളും. ഏകദേശം 20 ദിവസത്തിനുള്ളിൽ തന്നെ കട പൂട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി. അതേസമയത്ത് തന്നെ ഈ കടയ്ക്ക് അനുമതി നൽകിയത് ഗ്രാമപഞ്ചായത്ത് അധികാരികൾ തന്നെയാണ്. മാത്രമല്ല ഏകദേശം 4 ലക്ഷത്തോളം രൂപ മുടക്കിയാണ് ഇപ്പോൾ ഈ നവീകരണ പ്രവർത്തനങ്ങളും പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അടക്കമുള്ള സർട്ടിഫിക്കറ്റ് അടക്കം അദ്ദേഹം വാങ്ങുകയും കൃത്യമായി പ്രവർത്തിച്ചു വരികയുമായിരുന്നു. പ്രദേശവാസികൾക്ക് ആർക്കും യാതൊരുവിധ പരാതിയുമില്ല. പക്ഷേ എന്നാലും കട പൂട്ടേണ്ട ഒരു ഗതികേടിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഞാൻ മുൻകാലങ്ങളിൽ കോഴിയിറച്ചി വ്യാപാരം നടത്തിക്കൊണ്ടിരുന്നതാണ്. പഞ്ചായത്തിൻ്റെ കടയെടുത്ത് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഈ വർഷം എനിക്ക് ലേലത്തുക എനിക്ക് താങ്ങാവുന്നതിലും അധികമായതിൻ്റെ പേരിൽ ഞാൻ മാർക്കറ്റിന് പുറത്തോട്ടൊരു കടയെടുത്ത് അതിന് പഞ്ചായത്തിനെ സമീപിച്ച് വേണ്ടുന്ന രേഖകളെല്ലാം സമർപ്പിച്ച് എനിക്ക് പഞ്ചായത്തിൽ നിന്ന് ലൈസൻസ് അനുവദിക്കുകയും ചെയ്തു. അതിനുശേഷം കുറച്ച് ദിവസം ഞാൻ കച്ചവടം ചെയ്ത് ഏകദേശം 14-15 ദിവസത്തോളം കച്ചവടം ചെയ്തിട്ട് 16-ാമത്തെ ദിവസം എനിക്ക് പഞ്ചായത്തിൽ നിന്ന് എൻ്റെ ലൈസൻസ് റദ്ദ് ചെയ്തുകൊണ്ടുള്ള ഒരു പേപ്പർ എനിക്ക് കൊണ്ട് തന്നു. അതിനുശേഷം എനിക്ക് കട തുറക്കാൻ പറ്റിയിട്ടില്ല. വേണമെങ്കിൽ പഞ്ചായത്തിന് ആദ്യഘട്ടത്തിൽ തന്നെ ഇതിന് അനുമതി റദ്ദ് ചെയ്യാമായിരുന്നു. പക്ഷേ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായി സംസാരിച്ചിരുന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറയുന്നത് പൊതു മാർക്കറ്റ് സംരക്ഷണ നിയമപ്രകാരമാണ് ഇപ്പോൾ പഞ്ചായത്ത് ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ അങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ആ കാണുന്നത് പവിത്രേശ്വരം ഗ്രാമപഞ്ചായത്ത് തന്നെ പൊതുവിതരണ കേന്ദ്രമാണ്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ പൊതു മാർക്കറ്റ് സംരക്ഷണ നിയമപ്രകാരമാണ് ഈ കട ഇവിടുത്തേത് പൂട്ടിക്കുന്നത് എന്നുള്ളതാണ് പഞ്ചായത്തിൻ്റെ ഒരു വാദം. അല്ലാതെ ഇതിന് പൊല്യൂഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളില്ല, മറ്റ് യാതൊരു പ്രശ്നങ്ങളുമില്ല. പക്ഷേ ഈ പൊതു മാർക്കറ്റ് സംരക്ഷണ നിയമപ്രകാരമാണ് ഈ ഒരു കെട്ടിടത്തിലേക്ക്, അതും ഒരു ചെറിയ കടമുറിയാണ്, ആ കടമുറി പൂട്ടിക്കുന്നത് എന്നുള്ളതാണ്. ഒരാളുടെ നിത്യജീവിത വരുമാനം അല്ലെങ്കിൽ നിത്യജീവിതം എങ്ങനെ താറുമാറാക്കാമെന്ന് ഒരു പഞ്ചായത്ത് വിചാരിച്ചാൽ സാധിക്കും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമായിട്ട് ഇത് മാറും അല്ലേ? അതെ, ഒരു വ്യക്തി തൊഴിലെടുത്ത് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹം പഞ്ചായത്ത് ആവശ്യപ്പെട്ട എല്ലാ രേഖകളും പഞ്ചായത്തിന് കൈമാറിയിട്ടുണ്ട്, അവർ പരിശോധിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം അദ്ദേഹത്തിന് കട നടത്താനുള്ള പൊതുമാർക്കറ്റിന്റെ കവാടത്തിലാണ് ഈ കട ഇരിക്കുന്നത്. അതുകൊണ്ട് ഇനി അത് പ്രവർത്തിക്കാൻ പാടില്ല എന്നാണ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പറയുന്നത്. കേരളത്തിലെ ഏത് പഞ്ചായത്തിൽ എവിടെ ചെന്ന് ഏത് പൊതുമാർക്കറ്റിനടുത്ത് ചെന്നാലും നിരവധി കോഴിക്കടകളുണ്ട്. കോഴിക്കടകൾക്ക് പ്രത്യേകിച്ച് ലേലമോ മറ്റൊന്നുമില്ല. കടമുറി എടുത്തിട്ട് അതിന് മതിയായ പഞ്ചായത്ത് പറയുന്ന എല്ലാ രേഖകളും സമർപ്പിക്കുക. അതുണ്ടോ എന്ന് അവർ പരിശോധിച്ചതിന് ശേഷം ലൈസൻസ് കൊടുക്കുന്നത്. കോഴിക്കട കേരളത്തിൽ ഒരിടത്തും ലേലം ചെയ്യുന്നില്ല. ഒന്നുകിൽ ഈ കടയ്ക്ക് അനുമതി ആദ്യമേ നിഷേധിക്കാമായിരുന്നു. ഇത് പിന്നീട് ഇത് ഇത്രത്തോളം പണം ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ നിലവിൽ പഞ്ചായത്ത് ഒരു സ്റ്റോപ്പ് മെമ്മോ നൽകുന്നത്. പ്രത്യേകിച്ച് പൊല്യൂഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ മറ്റോ അല്ല, മറിച്ച് വ്യക്തിപരമായ വിരോധവും. അതുമാത്രമല്ല മറ്റൊരു വ്യക്തി ഇതിനകത്ത്, അതായത് പഞ്ചായത്തിൻ്റെ തന്നെ നിലവിലത്തെ ഈ സംഭരണ കേന്ദ്രത്തിനടുത്ത് തന്നെ ഒരു കട നടത്തുന്നുണ്ട്. അത്തരത്തിൽ ആ കടയെ സംരക്ഷിക്കുവാൻ വേണ്ടി കൂടെയാണ്, അല്ല അതിൻ്റെ കച്ചവടം മുൻപോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ഉദയരാജൻ എന്ന വ്യക്തിയെ താറുമാറാക്കുന്നതിന് വേണ്ടി ഇപ്പോൾ നിലവിൽ ഒരു സ്റ്റോപ്പ് മെമ്മോ നൽകിയെന്നുള്ളതാണ് പ്രദേശവാസികളുടെയും നാട്ടുകാരുടെയും തൊട്ടടുത്തുള്ള കടകളിലുള്ളവരുടെയും ഒക്കെ പരാതിയും ആക്ഷേപവും അത് തന്നെയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ ഗോകുൽനാഥ്, ഇൻ റിപ്പോർട്ടർ കൊല്ലം.